നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല. ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ഭക്ഷണം നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്. എല്ലാം ശുദ്ധം തന്നെയെങ്കിലും ഇടർച്ച വരുത്തുമാറ് തിന്നുന്ന മനുഷ്യന് അത് ദോഷമത്രേ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ചെയ്വതില്ലവൻ നമ്മൾ പാപത്തിനൊത്തപ്പോൾ പ്രതിഫലമരുളുന്നില്ല കൃത്യങ്ങൾ ഗണിച്ചും വാനമീ ഭൂവിൽ